ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെങ്கிறது ഭയങ്കര ബിസിയാണ് ഡേ ആണ്. ഓക്കെ, സോ ഇന്നലെ നൈറ്റ് ഏട്ടൻ വിളിക്കുമ്പോൾ അത് പറഞ്ഞു എന്നോട്, ഞാൻ ആളെ അവിടെ വരാണ്, ജസ്റ്റ് ഒരു വർക്കിന്റെ കാര്യം കൊണ്ടാണ് ആള് വന്നത് ഇവിടെ. ബട്ട് ആള് വെറുതെ പറയുന്നതാണ് എനിക്ക് ഒരു നേരം ഇരിക്ക മുടിയல, എന്തെങ്കിലും കുക്ക് பண்ணணும். അപ്പൊ നൈറ്റ് ഡ്യൂട്ടി മുടിച്ചിട്ട് ഞാൻ നേരെ 11 o'clock ഷോപ്പിക്ക് പോയിട്ട് പ്രോൺസും കൂന്തലും മേടിച്ചിട്ട് വന്ന്. ഏട്ടൻ എന്നോട് പറഞ്ഞത്, ഞാൻ ചോദിച്ചു എന്തെങ്കിലും ഉണ്ടാക്കാനാണ്. അപ്പൊ ആള് പറഞ്ഞത് വെറും റൈസും ഞാൻ ഒരു പുളിരസം വയ്ക്കും, ടൊമാറ്റോവും ഓണിയനും ഇട്ടിട്ട് റാ പുളി രസമാണ്. നമ്മളത് ബോയിൽ പണേണ്ട ആവശ്യമില്ല. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്. കുറച്ച് അത് ഇൻഗ്രീഡിയൻസ് നിറയെ ഉണ്ട്. ഞാൻ നെക്സ്റ്റ് ടൈം വീഡിയോയിൽ അതോടനാൾ അപ്ഡേറ്റ് പண்றேன் உங்களுக்கு. സോ അപ്പൊ ആളതാണ് പറഞ്ഞത്. കാരണം എന്റെ ഏട്ടനെ പൊறுத்த വரைக்கும் എന്റെ ഏട്ടൻ ഇങ്ങനെയൊക്കെ ചാപ്പിടുന്ന ആളാണ്. മിക്സഡ് റൈസും കാര്യങ്ങളും ചാപ്പിടുന്ന ആളാണ്. അപ്പോ ഉള്ള ഫ്രൈഡ് റൈസോ അല്ലാതെ ബിരിയാണിയോ അങ്ങനെയാണ് ഭയങ്കര ഇഷ്ടം ആൾക്ക്. അപ്പൊ ഞാൻ എന്താ പോയിട്ട് മേടിച്ചിട്ട് നൈറ്റ് എല്ലാമേ ക്ലീൻ ചെയ്ത് മസാല ഇട്ടിട്ട് குக் பண்றதுக்கு எல்லாம் ஓகே ஆக்கி நான் ஃப்ரிட்ஜில் அடைச்சிட்டு வச்சிருந்தேன். ஓகே, அப்புறம் என்னன்னா, நான் தூங்கும்போது ஒரு 2 o'clock ஆயிடுச்சு நைட்டு. 2 o'clock ஆகும்போது எனக்கு தோணும், ஐயோ நாளை ஏட்ட வரும் ஏட்டனு குக் பண்ணணும். எனக்கு 7 மணிக்கு டியூட்டி. நான் 5:30 என் லைஃப்ல ஃபர்ஸ்ட் டைம் ஆயிட்டு நான் எந்திரிச்சிருக்கு 5:30. மீன்ஸ் குக் பண்றதுக்காண்டி. நார்மலி டியூட்டி போறதுக்கெல்லாம் எந்திக்கும், பட் குக் பண்றதுக்காண்டி 5:30க்கு எந்திரிச்சது ஃபர்ஸ்ட் ആണ് എനിക്ക് ഇത് എക്സ്പീരിയൻസ്. സത്യം പറയുന്ന എന്റെ ഏട്ടന്റെ കാര്യത്തില് ഞാൻ ഭയങ്കര അഡിക്റ്റ് ആണ്. ഏട്ടനാല് ഞാൻ ഭയങ്കര അഡിക്റ്റ് ആണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അവന്. അപ്പം ആള് ഒരു കറി താൻ ചോദിക്കും, ഫിഷ് കറി മതി താൻ ചോദിക്കും. ആണ് ഞാൻ ഫിഷ് കറി ഉണ്ടാക്കും, ഫിഷ് ഫ്രൈ ഉണ്ടാക്കും, ഫിഷ് ചമ്മന്തി ഉണ്ടാക്കും, മുട്ട പൊരിക്കും, ഇങ്ങനെ കുറെ കാര്യങ്ങൾ കൂട്ടി വെക്കും. എനിക്ക് തെരിഞ്ഞതെല്ലാം ഞാൻ ചെയ്യും. എന്താണ്, എന്റെ ഫുഡ് ഭയങ്കര ഇഷ്ടപ്പെട്ട ആള് ചാപ്പിടും. മീൻസ് അത് കുറെ പറയുകയും ചെയ്യാതെ, കുറെങ്கிறது എന്താണ് എന്റെ ഏട്ടൻ എനിക്ക് தெரியாது. അതുകൊണ്ട് എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. അവനക്ക് ചെയ്യണം, കുക്കിംഗ് ചെയ്യണം, അങ്ങനെയാണ്. സോ അങ്ങനെ ഞാൻ കുക്കിംഗ് മുടിച്ചിട്ട് ഡ്യൂട്ടി ചെയ്യാറ്. ഞാൻ എന്താണ് ഉച്ചയ്ക്ക് ആൾക്ക് കുറച്ച് ഫുഡ് കഴിച്ചിട്ട് ഞാൻ കുറെ ഉണ്ടാക്കി. ഏട്ടന്റെ ഫ്രണ്ട് ഒരാളും ഉണ്ട് അവിടെ ജോലി ചെയ്യുന്ന ഇടത്തിൽ, അപ്പൊ ആൾക്കും കൊടുത്തിട്ടുണ്ട്. എന്തായിരുന്നാലും ബിരിയാണി എങ്ങനെ ഉണ്ട് നെക്സ്റ്റ് വീഡിയോയിൽ உங்களுக்கு அந்த റിവ്യൂ അപ്ഡേറ്റ് பண்ணும். ഉറപ്പാണ് ഞാൻ അപ്ഡേറ്റ് பண்ணுം. ഓക്കെ, എങ്ങനെ ഉണ്ട് എന്റെ ബിരിയാണി കഴിച്ചിട്ട്. പിന്നെ ആള് ലഞ്ച് കഴിച്ചിട്ട് ഞാൻ എന്താണ് കൂന്തലും കുറച്ചുണ്ടാക്കി. കൂന്തൽ കുറച്ച് നമ്മള് ഓണിയൻ ടൊമാറ്റോ മട്ടും പോട്ട്. ഏன்னா എനിക്ക് அதுக்கு ടൈം ഇല്ല. ഞാൻ പെട്ടെന്ന് മുടിക്കണം. ഒരു 5:30 to എനിക്ക് 6:30 ചിലപ്പോൾ ഒരു 1 hourക്കുള്ള ഞാൻ ഇത് കവർ പണതാണ്. ഞാൻ പിന്നെ ഫ്രഷപ്പ് ആയിട്ട് എനിക്ക് ഡ്യൂട്ടി പോകണം. അങ്ങനെ ഒരു ടെൻഷനിൽ ഉണ്ടാക്കിയ ഫുഡാണ്. പിന്നെ ആൾക്ക് കുറച്ച് ഞാൻ ഫ്രൂട്ട്സും കാര്യങ്ങളും എടുത്തു വെച്ചിട്ടുണ്ട്. ഫ്രൂട്ട്സും പിന്നെ സോക്ക് ചെയ്ത നട്ട്സും. അത് നൈറ്റ് ആൾക്ക് മീൻസ് ഈവനിങ് ടൈം കഴിക്കാണ്ട്. പിന്നെ അങ്ങനെ കുക്കിംഗ് കാര്യങ്ങളെല്ലാം മുടിച്ചിട്ട് ഏട്ടനും ഏട്ടൻ ജിമ്മുക്ക് ഡയറക്റ്റാ ഞാൻ ജിമ്മിലാണ് ഇരുന്ന്. ആള് ഫുഡെല്ലാം വാങ്ങിട്ട് പോയി. ഒരു ചെറിയ കാര്യത്തിൽ വന്നതാണ്, ഒരു 10 minutes കാര്യമാണ്. അവിടെ ഏട്ടൻ വന്നതാണ്.